എപ്പിസോഡിന്റെ തുടക്കത്തില് ലാസ്റ്റ് സെക്ഷൻ ബാറ്റിലിനെ കുറിച്ചായിരിക്കും ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതാണ് അവരുടെ അവസാനത്തെ ബാറ്റില്. ഈ ഒരു ബാറ്റിലൂടെ ആർക്കൊക്കെ ലൈസൻസ് കിട്ടും കിട്ടില്ല എന്ന് തീരുമാനാവും. ഈ ബാറ്റില് കാൻഡിഡേറ്റ്സ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം റെസ്ക്യൂ ചെയ്യുക. അതായത് വലിയ ഫയറിലോ ഭൂമി കുലുക്കത്തിലോ അല്ലെങ്കിൽ വില്ലന്മാരുടെ അറ്റാക്കിലോ പെട്ടുകിടക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ അവരെ റെസ്ക്യൂ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഈ ഒരു മത്സരം. കട്ട് ചെയ്ത ഗ്രൗണ്ടില് ഇപ്പൊ ഒരുപാട് ബോംബുകളൊക്കെ വെച്ച് പൊട്ടിച്ചുകൊണ്ടേയിരിക്കും. ഹീറോയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ ആദ്യം ഓർമ്മ വരിക ചിരിക്കുട്ടനെയാണ്. അപ്പൊ ആ സമയത്ത് എക്സ്പ്ലോഷൻ നടക്കുന്ന അതേ സ്ഥലത്തേക്ക് റിയൽ ആയിട്ടുള്ള ഒരുപാട് അപ്പാപ്പന്മാര് കടന്നു വരും. ആക്ച്വലി ഇതുപോലുള്ള ട്രെയിനിങ്ങില് ഈ അപ്പാപ്പന്മാരാണ് കാൻഡിഡേറ്റ്സിന് വേണ്ടി അഭിനയിക്കുക. അങ്ങനെ അപ്പാപ്പന്മാരെല്ലാവരും ഓരോ ഇടങ്ങളിലായിട്ട് അങ്ങനെ നിൽക്കും. അപ്പൊ ഉറക്കം തൂങ്ങി ആള് വിളിച്ചു പറയും, ഇനി 10 മിനിറ്റാണ് നിങ്ങളുടെ മുൻപിൽ ബാക്കിയുള്ളത്. അതിനുള്ളില് മത്സരിക്കാനുള്ള കാൻഡിഡേറ്റ്സ് അവരെല്ലാവരും റിഫ്രഷായി നിങ്ങൾ റെസ്ക്യൂ ചെയ്യേണ്ട സ്ഥലത്തേക്ക് കറക്റ്റ് ആയിട്ട് വരണം. കട്ട് ചെയ്ത അപ്പോഴായിരിക്കും മിനിറ്റോയും ക്യാമിനാരിയും നമ്മുടെ ഇസുക്ക് പയ്യൻ ഏതോ ഒരു പെണ്ണിന്റെ ന്യൂഡ് കണ്ടു എന്നറിയാം. അത് കേട്ട് ഇരിക്കപ്പുറതില്ലാതെ അവരോടി വന്ന് ഇപ്പൊ ഹീറോയോട് ചോദിക്കും. അതിനവൻ പറയും, അയ്യോ ഇല്ല ഇല്ല, അവളുടെ പവർ പോലും അതാണ്. നല്ല വെയിലായതുകൊണ്ട് ഒരു മിന്നായം പോലെ എന്തോ കണ്ടു, അല്ലാതെ ക്ലിയർ ആയിട്ട് ഞാനൊന്നും കണ്ടില്ല. ഞാനെങ്ങനെ ചെയ്യോ, ഞാനൊരു നല്ല കുട്ടിയല്ലേ. അപ്പൊ ഡോറ പെണ്ണ് അവൾ ആ കാര്യം കേട്ട് ഒരുപാട് വിഷമത്തിൽ നിൽക്കും. അപ്പോഴായിരിക്കും ആ ഷിക്കറ്റ്സ് സ്കൂളിലെ കുറച്ച് കാൻഡിഡേറ്റ്സ് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരിക. അതിലാ മുടി നീണ്ടവൻ അവനിപ്പോ ടെററായിട്ട് നമ്മുടെ ആൾക്കാരെ നോക്കും. മറ്റൊന്നുമല്ല, ചപ്പർത്തലേനും ക്യാമിനാരിയും ചോപ്പനും ചേർന്ന് ആ ഒരു തൊപ്പിയെ ഇടിച്ച് സൂപ്പാക്കിയല്ലോ. അതന്വേഷിക്കാനാണ് ആ മുടിക്കാരൻ ഇപ്പൊ അവിടേക്ക് വരിക. അവൻ ചോദിക്കും, ആ തൊപ്പിക്കാരന് അവൻ എന്ത് സംഭവിച്ചു, അവൻ എന്താ സംഭവിച്ചേ, നിങ്ങൾ അവനെ എന്താ ചെയ്തേ? അതിന് ചപ്രത്തലയും പറയും, അവനെ ഞങ്ങള് ഇടിച്ച് സൂപ്പാക്കി. അത് കേൾക്കുമ്പോ അവൻ ഒരുപാട് ദേഷ്യം വരും. പക്ഷെ അതെല്ലാം കടിച്ചമർത്തി അവനിപ്പോ നമ്മുടെ ആൾക്കാരോട് പറയും, തൊപ്പിക്കാരന് നിങ്ങളെ എല്ലാവരെയും ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവരും പരസ്പരം കൂട്ടുകൂടി നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണം എന്നാണ് ആളെല്ലായ്പ്പോഴും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അത് കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ ആൾക്കാര് ഒരു സെക്കൻഡ് ഷോക്കാവും. അപ്പോഴായിരിക്കും ടോഡറോക്കി ഇവരുടെ ടീമിലുള്ള സല്യൂട്ട് ചെയ്ത ആ ഒരു ബ്രഹ്മാണ്ഡ പവറുള്ള കാൻഡിഡേറ്റ്. അവൻ ടോഡറോക്കിയെ തുറിച്ചു നോക്കിയ കാര്യം ഇപ്പൊ ഓർക്കുക. ഉടനെ ടോഡറോക്കി അവനെ കണ്ട് ചോദിക്കും, നിനക്കെന്നെ പരിചയമുണ്ടോ? അതിനവൻ പറയും, നീ ആ എൻഡവറിന്റെ മകനല്ലേ, നിനക്കും നിന്റെ അച്ഛന്റെ അതേ കണ്ണാണെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് നടന്നു പോവും. അപ്പൊ അതേ സമയത്ത് ആ കേമി പെണ്ണ് അവള് ഹീറോയെ നോക്കി ചിരിച്ചൊക്കെ കാണിച്ച് കൈയൊക്കെ വീശി അങ്ങനെ നടന്നു പോവും. അത് കാണുമ്പോ ഡോറയ്ക്ക് അവളുടെ ദേഷ്യം അത് കൂടി വരും. അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ ബെല്ലിന്റെ സൗണ്ട് കേൾക്കും. ഉടനെ കാൻഡിഡേറ്റ്സ് എല്ലാവരും റെഡി ആയിട്ട് ഇപ്പൊ പിച്ചിലേക്ക് വരും. ഗ്രൗണ്ടിൽ എത്തിയ ഉടനെ ഇപ്പൊ എല്ലാവരും അറഞ്ചം പുറഞ്ചം ഓടും. ഐസമ മാസ്റ്റർ ആള് ശ്വാസം അടക്കി പിടിച്ച് നമ്മുടെ ആൾക്കാരുടെ പെർഫോമൻസ് അത് നോക്കിയിരിക്കും. കട്ട് ചെയ്ത ഇസുക്ക് പയ്യന്റെ തൊട്ടടുത്ത് നിന്ന് ഇപ്പൊ ആരോ കരയുന്ന സൗണ്ട് അവൻ കേൾക്കും. അവനിപ്പോ അവിടേക്ക് നോക്കും. അപ്പൊ ചെറിയൊരു പയ്യൻ ബിൽഡിങ്ങുകൾക്കിടയില് കുടുങ്ങിക്കിടന്ന് ഇപ്പൊ നിലവിളിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ട് ഹീറോ ആൾ ഓടി വന്ന് ഇപ്പൊ അവനെ കൊഞ്ചിക്കാൻ തുടങ്ങും. അതിനച്ചക്കൻ ദേഷ്യപ്പെട്ട് പറയും, സ്റ്റോപ്പ് ദ ഫക്ക്. ഇങ്ങനെയാണോ നിങ്ങൾ ഒരാളെ റെസ്ക്യൂ ചെയ്യുക? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പരുക്ക് പറ്റിയ ആളെ നല്ലതുപോലെ ചെക്ക് ചെയ്യണം. പിന്നീട് അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നൊക്കെ കൊടുത്ത് അവർ റെസ്ക്യൂ ചെയ്യണം. എങ്കിലും മാത്രമേ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടൂന്ന് പറഞ്ഞ് അവൻ കിടന്ന് അലറും. ആക്ച്വലി ഈ പൊടിച്ചക്കനും ഒരു ഇൻസ്ട്രക്ടറാണ്. ഇവിടെ ഈ ചിന്ന പയ്യൻ അവൻ ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ബാക്കിയുള്ള സ്റ്റുഡൻസ് അവരുടെ പവർ ഉപയോഗിച്ച് ഒരുപാട് പേരെ ഇപ്പൊ രക്ഷപ്പെടുത്തും. ചെക്കന്റെ ഉപദേശമൊക്കെ കേട്ട് കഴിയുമ്പോ നമ്മുടെ ഹീറോ അവൻ ഭയങ്കര സിൻസിയർ ആയിട്ട് മറ്റുള്ളവരെ സേവ് ചെയ്യാൻ ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കും. പക്ഷെ ഡോറയ്ക്ക് മാത്രം ഒരു തേങ്ങയും മനസ്സിലാവില്ല. അപ്പൊ ഡോറ അവളിപ്പോ എന്തൊക്കെയോ ചിന്തിക്കാൻ തുടങ്ങും. അവൾക്ക് ഇസുക്ക് പയ്യനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അവളുടെ മെയിൻ എയിം ഒരു സൂപ്പർ ഹീറോ ആയി മാറുക എന്നതാണ്. ഇതെന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇത് ഞാൻ കറക്റ്റായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പിന്നെ ഒരിക്കലും എനിക്ക് എന്റെ ആഗ്രഹങ്ങള് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം എന്റെ ഇമോഷൻസിനെ മാറ്റിവെച്ച് ഞാൻ പെർഫോം ചെയ്യണം. അങ്ങനെ നമ്മുടെ പെങ്കൊച്ച് അവൾ സ്ട്രോങ് ഡിസിഷൻസ് ഒക്കെ എടുത്ത് അവളും ഇപ്പൊ ഒരുപാട് പേരെ റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് നമ്മുടെ ആൾക്കാരുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് ഉറക്കം തൂങ്ങി മാസ്റ്റർ ആള് വിളിച്ചു പറയും, എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നിങ്ങൾ എല്ലാവരും നല്ലതുപോലെ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത്
ആ സല്യൂട്ട് ചെക്കൻ. അവൻ വീണ്ടും അവന്റെ കാറ്റിന്റെ പവറ് ആ ദാഞ്ഞു വീശും. അപ്പൊ ഇൻസ്ട്രക്ടർ വിളിച്ചു പറയും, ദയവേത് നീ മണ്ടത്തരം കാണിക്കരുത്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാ നിനക്ക് -പോയിന്റ് വീഴും. അതിനവൻ സോറി പറഞ്ഞ് ഇപ്പൊ വീണ്ടും റെസ്ക്യൂ ചെയ്യാനായിട്ട് മുൻപോട്ട് പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ തൊപ്പിക്കാരനും മറ്റൊരു കോർഡിനേറ്ററും അവര് രണ്ടുപേരും ഇപ്പൊ സ്റ്റേഡിയത്തിൽ നിന്ന് കാൻഡിഡേറ്റ്സിന്റെ എല്ലാവരുടെയും പെർഫോമൻസ് അത് കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ നമ്മുടെ മോമോ പെണ്ണും ടേപ്പും അവര് രണ്ടുപേരും ഇപ്പൊ ബിൽഡിങ്ങിനിടയിൽപ്പെട്ട് കിടക്കുന്ന ഒരാളെ റെസ്ക്യൂ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ആ ഒരു ബിൽഡിങ്ങിന് എന്തെങ്കിലും ഒരു ഷേക്ക് സംഭവിച്ചാല് അത് മുഴുവനായിട്ട് ഇടിഞ്ഞു വീണ് ആള് കാലിയാവും. ഉടനെ മോമോ പെണ്ണ് അവളുടെ പവർ ഉപയോഗിച്ച് 2 ബീം ക്രിയേറ്റ് ചെയ്യും. ഉടനെ ടേപ്പ് പയ്യൻ അവന്റെ ടേപ്പ് എടുത്ത് അത് നല്ല ടൈറ്റായിട്ട് ഫുള്ളായിട്ട് ചുറ്റി ഇപ്പൊ ആ ബിൽഡിങ് അത് ഇടിഞ്ഞു വീഴാത്ത രീതിയിൽ അങ്ങനെ തടഞ്ഞു നിർത്തും. എന്നിട്ട് കൂളായിട്ട് ഇപ്പൊ ആളെ രക്ഷിക്കും. അങ്ങനെ ഓരോരുത്തരും അവരുടെ ഐഡിയ ഉപയോഗിച്ച് ഓരോരോ ഭാഗങ്ങളിൽ പെട്ടുകിടക്കുന്ന ആൾക്കാരെ ഇപ്പൊ രക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ പ്രിൻസസ് മാത്രം ആളുടെ ലൈറ്റ് കത്തിച്ച് അങ്ങനെ തേരാപ്പാരം നടക്കും. മിനട്ടോ ഫുൾ പവറില് ഇപ്പൊ അവനെ കൊണ്ട് കഴിയും പോലെ ആൾക്കാരെ രക്ഷപ്പെടുത്തും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ചപ്രത്തലേനും ക്യാമിനാരിയും ചോപ്പൻ തലേനും അവര് 3 പേരും ഇപ്പൊ വെറുതെ വായി നോക്കി നടക്കും. അപ്പൊ 2 അപ്പാപ്പന്മാര് ഇപ്പൊ ചപ്പർത്തലേനോട് പറയും, ഞങ്ങൾക്ക് 2 പേർക്കും പരുക്ക് പറ്റി, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കില് ഞങ്ങളെ ഒന്ന് റെസ്ക്യൂ ചെയ്യോ. അതിനവൻ ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങളെ നിങ്ങൾ തന്നെ വേണം പ്രൊട്ടക്ട് ചെയ്യാനെന്നും പറഞ്ഞ് അവൻ മുൻപോട്ട് നടക്കും. അത് കേട്ട് ക്യാമിനാരി പയ്യനും നമ്മുടെ ചോപ്പനും അവര് 2 പേരും ഇപ്പൊ 1 സെക്കൻഡ് ഷോക്കാവും. എന്നിട്ട് അവർ ഓടിച്ചെന്ന് ഇപ്പൊ അവർ 2 പേരെയും റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങും. ചപ്പർത്തലേന്റെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോ അവർക്ക് ഒരുപാട് ദേഷ്യം വരും. അവര് പറയും, ഉറപ്പായിട്ടും ഇവന്റെ പോയിന്റ്സ് ഞങ്ങൾ മൈനസ് ചെയ്യും. അത് കേട്ട് കലി കയറി ഇപ്പൊ ചപ്പർത്തലേൻ അവരെ നോക്കി അലറും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ കണ്ണാടി പയ്യൻ അവൻ ആ ഗ്രൗണ്ട് മുഴുവൻ ഓടി നടന്ന് ആർക്കെങ്കിലും ഇനി ഹെൽപ്പ് വേണോ, ആരെങ്കിലും ഇനി റെസ്ക്യൂ ചെയ്യാനുണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവന്റെ ചേട്ടനെ പോലെ ഒരു സൂപ്പർ ഹീറോ ആയി തീരുക എന്നത് മാത്രമാണ്. കട്ട് ചെയ്താ ഇപ്പൊ സ്റ്റേഡിയത്തിന്റെ താഴെ കറുത്ത ഡ്രസ്സിട്ട ആരൊക്കെയോ അവരിപ്പോ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. ഉടനെ അവരെല്ലാവരും ഇപ്പൊ ഗ്രൗണ്ടിലേക്ക് കയറി വന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഉറക്കം തൂങ്ങി ആള് വീണ്ടും വിളിച്ചു പറയും, ഇതും ഒരു ട്രെയിനിങ് ആണ്, ഇത് ടെററിസ്റ്റ് അറ്റാക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ തകർത്ത് അവിടെയുള്ളവരുടെ ജീവൻ നിങ്ങൾ രക്ഷിക്കണം, എങ്കിൽ മാത്രമേ ഈ ബാറ്റില് നിങ്ങൾ ജയിക്കൂ. അത് കേട്ട് കാൻഡിഡേറ്റ്സ് അവർ 1 സെക്കൻഡ് ഫ്രീസ് ആയി പോവും. നമ്മുടെ ആൾക്കാര് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുൻപേ അവർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ആൾക്കാര് ഇപ്പൊ ടെററായിട്ട് നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പോളി.